മാഷയും അതുപോലെ കരച്ചിലിന്റെ ഒക്കെ പറയുമ്പോൾ ഇതിന് മുന്നേ ഒരു കരച്ചിൽ നമുക്ക് കിട്ടേണ്ടതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം റാഫി ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, പഞ്ചാബി ഹൗസ് എന്ന സിനിമയിൽ രമണൻ കരയുന്ന ഒരു സീനെ മനഃപൂർവ്വം എടുത്തു മാറ്റുന്നുണ്ടായിരുന്നു. അത് എടുത്തു മാറ്റിയപ്പോ അന്നും ഇന്നും ചേട്ടൻ അതിലൊരു വിഷമം തോന്നിയിരുന്നു ആ ഒരു സീൻ പോയതിൽ. അത് ചെയ്ത് ഞാൻ ഡബ്ബിങ് കഴിഞ്ഞ് മദ്രാസിൽ നിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ, മദ്രാസിലാണ് ഡബ്ബിങ് അതിൻ്റെ പോന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സിദ്ദിഖും കൂടി, ഡയറക്ടർ സിദ്ദിഖും കൂടി സിദ്ദിഖിൻ്റെ ഓഫീസിലിരിക്കുകയായിരുന്നു. പെട്ടെന്ന് സരിത വിളിച്ചു. സരിതയാണ് മറ്റേ മോഹിനിക്ക് ഡബ് ചെയ്തത്, ഔമ ആയിട്ടുള്ളത്. വിളിച്ചിട്ട് ഞാൻ ഡബ് ചെയ്തു, ഒരു സീൻ ഡബ് ചെയ്തു, കുഴപ്പമില്ല എന്ന് പറയുന്നു സിദ്ദിഖ്. അന്ന് ചെയ്തു ഇവരൊരു ബെൽറ്റാണല്ലോ, ചെയ്തു കണ്ടിന്യൂ ചെയ്തു എന്ന് പറഞ്ഞ്. പിന്നെ അതിലൊരു സീൻ ഞാൻ ഇങ്ങനെ കണ്ടായിരുന്നു, ശ്രീ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതേ ആളത്തിരിപ്പെടുന്നതിന് ഫോൺ തന്നെ എനിക്ക്. അങ്ങനെ ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോൾ അശോക് നന്നായിട്ടുണ്ട്, ഒരു അവാർഡ് കിട്ടിയ പോലെ ഇപ്പോൾ സരിതയൊക്കെ പറഞ്ഞപ്പോൾ. പിന്നെ എനിക്ക് ഉറക്കില്ല, കാരണം സരിതയല്ലേ പറഞ്ഞേക്കണം, നന്നായിട്ടുണ്ട്. ഭയങ്കര ഇമോഷണൽ ഒരു സീനായിരുന്നു അത്. ഞാൻ തന്നെ രാത്രി റാഫിനെ വിളിച്ചു മദ്രാസിലേക്ക്, ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, നല്ല അഭിപ്രായം പറഞ്ഞു സരിത എന്ന് പറഞ്ഞ്. അത് പോകും, അതെടുത്ത് കളയും, ഇപ്പോൾ കട്ടായി. പിന്നെ എനിക്ക് ഉറക്കില്ല, കാരണം നമ്മൾ അന്ന് ഈ ഇമോഷണൽ സീനൊക്കെ അഭിനയിക്കാൻ കൊതിക്കുന്ന കാലഘട്ടമാണ്. തമാശ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനത് പടം വന്നപ്പോൾ ആ സീനില്ല. പടം ഫസ്റ്റ് ഡേ തന്നെ ഹിറ്റാണല്ലോ പടം, പഞ്ചാബി ഹൗസ്. ഞാൻ പറഞ്ഞു ഇനിയെങ്കിലും അത് ഇട്ടൂടെ ഇനിയിട്ട് അശോകനെ കണ്ണു നോക്കുന്നു. അവർ പറഞ്ഞ മറുപടി വന്നു ലാല് ഇപ്പം പറഞ്ഞു, റാഫി പറഞ്ഞു. പക്ഷെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അത് അതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത്രയും ത്രൂ ഔട്ട് ഹ്യൂമർ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാരക്ടറിൻ്റെ ഒരു നൊമ്പരം കാണിച്ചാൽ അവിടെ ഡ്രോപ്പ് ആവും സിനിമ. അതാണ് അവർ പറഞ്ഞത്. സീൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവൻ സംസാരിക്കും, ദിലീപ് സംസാരിക്കുന്ന പറഞ്ഞിട്ട് ഇവനൊരു അടി അടിച്ചിട്ട് ആ വീട്ടിൽ ആ ചായ്പിൽ വെച്ച് നീ സംസാരിക്കലടാ എന്ന് പറഞ്ഞപ്പോൾ രമണ എന്ന് പറഞ്ഞ് ഫുൾ സ്ക്രീനിലാണ് രമണ എന്ന് ലിപ്പ് മാത്രം. അപ്പോൾ ഞാൻ ഞെട്ടി. നീ എന്തിനാ അവൻ എന്നോട് എന്തിനൊന്ന് മറച്ചു വെച്ച്, ഇവനെ കടലിൽ ചാടി ഇവനെ ഞാൻ രക്ഷപ്പെടുത്തിയല്ലേ എന്നുള്ളൊരു വേദനയുണ്ട്. ആ വേദനയിൽ ഈ വീടിൻ്റെ അകത്ത് ഒരു വരാന്ത പോലെ ഉണ്ട്, അവിടെ നിന്ന് കഞ്ഞി എടുത്തിട്ട് കുടിക്കാൻ പറ്റാതെ ഇങ്ങനെ കോരിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവൻ എൻ്റെ പുറകിൽ വന്നിരുന്നു, കട്ടപ്പടിയിൽ വന്നിരുന്നിട്ട് ഒരു രമണ നിനക്കൊരു ദേഷ്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ദേഷ്യപ്പെടും, ഞാൻ നിൻ്റെ ആരാണ്, സ്നേഹിച്ച ചങ്ക് പറിച്ചു കൊടുക്കണാടാ ഈ രമണൻ. അപ്പോൾ വിചാരിക്കും ഞാൻ തന്നെ കൊടുക്കുന്നതിന് കഷ്ടപ്പെടും. എൻ്റെ മുതലാളി എന്നെ മരിക്കാത്ത കുറച്ച് കഞ്ഞിവെള്ളം തന്ന ആളാണ് എൻ്റെ മുതലാളി. ആ മുതലാളിക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. പിന്നെ എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും ശരിയാണ്, ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് കിട്ടണം. ഈ കഞ്ഞി കുടിക്കുമ്പോൾ കുറേ ഡയലോണ്ടത്, കഞ്ഞി കുടിക്കുമ്പോഴാണ് ഒരു സുഖം എന്നും പറഞ്ഞിട്ട് ഞാൻ കരയും. പിന്നെ അത് നേരെ ഹ്യൂമറിലേക്ക് വരും. കടലിൽ ചാടി ഞാൻ കണ്ണോട് നോക്കുമ്പോൾ ചെകുത്താൻ്റെ മുമ്പിലാന്ന് ഞാൻ വിചാരിച്ചത്. നമ്മൾ ദിലീപ് അങ്ങനെ കയറ്റിക്കൊണ്ട്, പക്ഷെ ആ ഒരു സീൻ ഭയങ്കരമായിട്ട് ടച്ച്. ഒറ്റ ഷോട്ടിന് ചെയ്യുകയും ചെയ്ത് ഞാൻ എല്ലാവരും കൈയടിച്ചു. അവിടെ തുടങ്ങി കിട്ടിയ ഒരു സന്തോഷമാണ്. അതാണ് പോയപ്പോൾ ഉണ്ടായ വിഷം. പക്ഷെ പിന്നീട് റാഫി മെക്കാട്ടിന് വേണ്ടി പറഞ്ഞത് അത് അതിൽ വന്നാൽ ആ ക്യാരക്ടർ ഒന്ന് കരഞ്ഞാൽ, ഇപ്പം ദിലീപ് സംസാരിക്കുന്നില്ലല്ലോ, അപ്പോൾ ഹ്യൂമർ കൂടുതൽ ഞാനാ പറയുന്നത് കോമ്പിനേഷനിൽ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് വന്നാൽ ചിലപ്പോൾ ആ സീൻ പടത്തിനെ ബാധിച്ചാലെന്ന് എടുത്തിട്ട് മാറ്റിയില്ല. ഇപ്പോഴും രമണന്റെ ട്രോളുകളൊക്കെ ചേട്ടൻ ആസ്വദിക്കുന്നുണ്ട്, കാരണം ഓരോ സമയങ്ങളിലും അതിങ്ങനെ മാറി മാറി പുതുതായി അതെ മെയ്ദിനത്തിനൊക്കെ വരുന്നുണ്ട്. അല്ല നല്ലൊരു തൊഴിലാളി പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിൽക്കുന്നുണ്ട്. മമ്മൊക്കെ പറഞ്ഞ തന്നെ ഔട്ടാവൊന്നുമില്ല, സിനിമയൊന്നും ഔട്ടാവില്ല ഒരിക്കലും. കാരണം ഈ ഒരു പഞ്ചാബി ഹൗസ് മതി എപ്പോഴും ഓർക്കാൻ.